ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 40 മുതലുള്ള വാക്യങ്ങളിൽ, 40 മുതൽ 56 വരെയുള്ള വാക്യങ്ങളിൽ രണ്ട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. രണ്ടും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന സംഭവങ്ങൾ. രണ്ട് കാര്യം. ഒന്ന്, അവിടെ നടക്കുന്നത് 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീയുടെ സൗഖ്യം. വീണ്ടും നടക്കുന്ന ഒരു സൗഖ്യം നടക്കുന്നത് 12 വയസ്സായ യായിറോസിന്റെ മകളുടെ ദീനത്തെക്കുറിച്ച്. രണ്ടും അവിടെ നടക്കുകയാണ്. അത് മരണമുണ്ടായി, അതിനുശേഷം ഉയർക്കുന്നു. ഇതാണ് അവിടെ കാണിക്കുന്നത്. ഈ രണ്ടും വിശ്വാസത്തിന്റെ ഭാഗം. ഇവിടെ ആദ്യം പറയുന്നുണ്ട്, 12 സംവത്സരമായി പല വൈദ്യന്മാരെ കണ്ടു, പലയിടത്തും പോയി തിരക്കി, പക്ഷേ ഒരു വിശ്വാസമുണ്ട്, ഈ നടന്നു പോകുന്ന ആളുടെ വസ്ത്രത്തെ തൊട്ടപ്പം എനിക്ക് സൗഖ്യം ലഭിക്കും എന്നുള്ളൊരു തോന്നലിൽ നിന്ന് അവിടെ സൗഖ്യം ലഭിച്ചു. പള്ളി പ്രമാണിയായ യായിറോസിന്റെ തോന്നി, ഈ ഗുരുവിനെ കൊണ്ട് എൻ്റെ മകളുടെ ദീനം മാറ്റുവാൻ സാധിക്കുമെന്ന്. അവസാനം അവിടെ നിന്ന് പോരുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞു, മകള് മരിച്ചുപോയി. പക്ഷേ ക്രിസ്തു ആ ഭവനത്തിലേക്ക് കടന്നു. ക്രിസ്തു പറയുന്നുണ്ട്, ആ മകൾ ഉറങ്ങുക, എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഉറങ്ങാൻ അവസരം ഞാൻ തരുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അവസരം തരും, 1 മണിക്കൂറുണ്ട്, പേടിക്കണ്ട. ഞാനൊരു പള്ളിയിൽ ഒരു കഷ്ടാനുവാഴ്ച പോയതാണ്. ഞാൻ പൂർണ്ണശമ്മാസനായ സമയത്ത്. ഈ കഷ്ടാനുവാഴ്ച എല്ലാ ദിവസവും പ്രസംഗം ഉണ്ടെന്ന് അറിയാലോ. അപ്പം ഈ സന്ധ്യയ്ക്ക് ഓശാന കഴിഞ്ഞ് വന്ന സന്ധ്യയ്ക്ക് തുടങ്ങി. അപ്പം ഞാൻ അന്ന് ഈ വചന ശുശ്രൂഷ പറയുവാൻ കയറുന്നതിന് മുമ്പ് അവിടെ എനിക്ക് യൂത്തായിട്ട് തോന്നിയിട്ടുള്ളവർ 45 വയസ്സിലുള്ളവർ മുകളിലോട്ടാണ്. അവരെൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, ഞങ്ങളെപ്പോൾ കൈപോക്കുന്നോ അന്നേരം ശമ്മാസനൊന്ന് നിർത്തിയാക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും. എനിക്ക് കാര്യം മനസ്സിലായില്ല. അപ്പം ആദ്യത്തെ ദിവസം 1/2 മണിക്കൂറാണ് അവിടുത്തെ വൈകുന്നേരത്തെ സന്ധ്യയ്ക്ക് വചനഘോഷം. ആദ്യ ദിവസം 1/2 മണിക്കൂർ പറഞ്ഞു, ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇപ്പം ഞാൻ ഇറങ്ങാൻ നേരത്ത് ചോദിച്ചു, കൈപോക്കും. ആവശ്യം വന്നില്ല. രണ്ടാമത്തെ ദിവസമായപ്പോൾ 20 മിനിറ്റ് ആയപ്പോൾ അവർ കൈപോക്കി. ഞാൻ പെട്ടെന്ന് നിർത്തി. അപ്പം അച്ഛൻ എന്നോട് ചോദിച്ചു, എന്നാ നിർത്തി? നമ്മൾ പുറകിൽ നിന്ന് കൈപോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അച്ഛനും മനസ്സിലായി, പക്ഷെ എനിക്ക് മനസ്സിലായില്ല അന്നും. പക്ഷെ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ച് അന്ന് അവിടെ എല്ലാവരും കൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്നാ കാര്യം? കഞ്ഞി വെന്തു, ചൂടാറി പോകുന്നതിന് മുമ്പ് കൊടുക്കണം, അതിനു വേണ്ടി ഞാൻ നിർത്താൻ പറഞ്ഞത്. ഈ കഞ്ഞി വേകുന്ന സമയമായിരുന്നു. നിങ്ങൾക്ക് വിശക്കുന്നെന്ന് തോന്നുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ നിർത്തിക്കോളാം. എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് രാവിലെ എൻ്റെ വാട്സപ്പിൻ്റെ അകത്ത് ഒരു സ്റ്റാറ്റസ് കണ്ടു. അതെനിക്ക് ഒരു നല്ല ചിന്തയായിട്ട് തോന്നുകയും ചെയ്തു. അത് ഈ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട കേട്ടോ. ഒരു മരത്തോട് ചോദിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഈ മരത്തോട് ചെന്ന് ചോദിക്കുന്നുണ്ട്, നിനക്ക് വേരുണ്ടോ എന്ന്. മരം വേരില്ലാതെ നിൽക്കത്തില്ലല്ലോ, നമുക്കറിയാം. പക്ഷെ വേരുണ്ടോ എന്ന് മരത്തോട് ചോദിച്ചു. ഇപ്പം എന്നെ പറഞ്ഞു, വേരുണ്ട്. നിന്റെ വേരിനെ നീ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? മരം വേര് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ? മണ്ണിൻ്റെ അടിയിലാണ്. മൂന്നാമത്, നീ കാണാത്ത ഈ വേരിനെ നിനക്കെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും വേരുണ്ടെന്ന്? എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? നീ കണ്ടിട്ടില്ല, പക്ഷെ നീ പറയുന്നുണ്ട് നിനക്ക് വേരുണ്ടെന്ന്. അതെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? ഇപ്പം ഈ മരം പറയുകയാണ്, ഞാൻ നിലനിൽക്കുന്നതും ഞാൻ വളരുന്നതും ഈ വേര് കാരണമാണെന്ന് എനിക്കറിയാം. ഞാൻ വേരിനെ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ നിലനിൽക്കുന്നതും ഞാൻ വളരുന്നതും വേരുക. ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിലെ, നമ്മൾ ഈ പുറമേ കാണുന്ന ഒന്നും അല്ലല്ലോ നമ്മെ വളർത്തുന്നത്, ആണോ? നമ്മുടെ ഈ രൂപം. നിങ്ങൾ കല്യാണത്തിനൊക്കെ, പഴയ ആൾക്കാരൊന്നും പറയണ്ട, പുതിയ ആൾക്കാർ കല്യാണത്തിന് പോകുന്നതിന് രാവിലെ പള്ളിയിൽ പോകാറുണ്ടോ? ഞായറാഴ്ചയാണെങ്കിൽ പോകത്തില്ല. കാരണം 3 മണി തൊട്ട് ഫേഷ്യൽ ചെയ്യാൻ പോകണം. അവിടെ ആരാധനയെക്കാളും വലിയ പ്രാധാന്യം പുറമേ ഉള്ള ഭംഗി. അതന്ന് കഴുകുമ്പോഴേ മാറിക്കോളും. പിന്നെ ഈ സാധനത്തിനാണോ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് ചോദിക്കും.
തിരിച്ചും ചോദിക്കും കേട്ടോ. ചോദിക്കുന്ന കാലം കടന്നു പോയിക്കൊണ്ടിരിക്കുക. പണ്ടത്തെ ആൾക്കാര് ആരാധനയ്ക്കായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. അവർക്ക് ഈ ഫേഷ്യൽ, ഇവിടെ ഇരിക്കുന്ന കുറേ പേർക്കുണ്ട് അങ്ങനെ, അവരൊന്നും പോയിട്ടില്ല അല്ലേ. അതുകൊണ്ട് കറക്റ്റ് സമയത്ത് ശുശ്രൂഷയുടെ സമയത്ത് എല്ലാം വിവാഹത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും. കുരിശ് വരയ്ക്കുന്നിടത്ത് കുരിശ് വരയ്ക്കും. ഇപ്പം നമ്മളൊന്ന് കൊട്ടണം കുരിശ് വരയ്ക്കാൻ അല്ലേ, അങ്ങനെയല്ലേ? ആണോ? ഞാൻ കണ്ടതേ പറയുള്ളൂ, കാണാത്തത് പറയാൻ പോകുന്നില്ല. ഇപ്പം ഈ മരം നമുക്ക് തരുന്നുണ്ട്. ഈ പുറമേ കാണുന്നതല്ല എന്നെ വളർത്തുന്നത്, ഇത് കാണാത്ത ഒരു സ്ഥലത്തിരിക്കുന്നതാണ് എന്നെ വളർത്തുന്നത്. നമ്മുടെ ഉള്ളിൽ ഇതുപോലെയുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ വളരുന്നത്. നമ്മളെ പുറമേ കാണുന്ന സൗന്ദര്യവും. ഞാൻ ഈ കുറഞ്ഞ ഒരു 3 വർഷം മുമ്പ് തൊട്ട് ചികിത്സ ആരംഭിച്ചത്. ഇപ്പം ചികിത്സ ആരംഭിക്കുന്നതിന് മുമ്പ് എനിക്കൊരു വയറുവേദനയായിട്ട് പോയതാണ്. അപ്പം ആദ്യം പോയത് മന്ദിര ഹോസ്പിറ്റലിലോട്ട്. അപ്പോൾ അവിടെ മാത്യു തോമസ് ഡോക്ടറെ ആദ്യം പോയി കണ്ടു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ആദ്യത്തെ 5 ദിവസത്തേക്ക് മരുന്നെല്ലാം തന്നു. എന്നാലും എനിക്ക് കുറവുണ്ട്, ഓക്കെ. അത് കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വേദന കൂടി. അപ്പം ആ വേദന കൂടിയപ്പം ഞാൻ വീണ്ടും ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു അൾട്രാസൗണ്ട് ഒന്ന് എടുക്കണം. ആയിക്കോട്ടെ, നമുക്ക് വിഷയമൊന്നുമില്ല. എടുത്തു. ഒരു ചെറിയ വീക്കം ഉണ്ടെന്ന് പറഞ്ഞു. നോ പ്രോബ്ലം. എന്നെ സംബന്ധിച്ച് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തുമില്ല. അവിടെ ചെന്ന ഡോക്ടർ, ഇപ്പം എൻ്റെ കൂടെ വൈഫുണ്ട്, അപ്പം ഡോക്ടർ എന്നെ അകത്ത് കയറ്റിയിരുത്തി കാര്യം പറഞ്ഞു. അങ്ങനെ വീക്കം ഉണ്ട്, ചെറിയൊരു വീക്കം കാണിക്കുന്നുണ്ട്, നമുക്ക് മരുന്ന് നോക്കാം, അല്ലെങ്കിൽ CT എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. വീണ്ടും ഞങ്ങൾക്ക് മരുന്ന് തന്നു വിട്ടു. ഞാൻ പോയി കഴിച്ചു. വേദന കുറയുന്നില്ല. എന്നുകൊണ്ട് ഞാൻ തിരിച്ചും വീണ്ടും ഒരു ദിവസം കൂടെ വന്നു കഴിഞ്ഞപ്പം അന്നും നോക്കിയപ്പോഴും ഈ വീക്കം അവിടെ കിടപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇച്ചിരി വണ്ണം വെച്ചിരിക്കുമല്ലോ, കുഴപ്പമൊന്നുമില്ല, അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അന്ന് ഇവളും എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഇവള് പുറം വേദനയായിട്ട് ഒന്ന് വേറെ ഡോക്ടറെ കാണിക്കാൻ പോയിട്ട് കയറി വരുമ്പോഴാണ് ഡോക്ടർ ഇതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരിക. പറഞ്ഞ് അവസാനം വന്നപ്പോൾ ചിലപ്പോൾ ഈ വീക്കമൊക്കെ ചിലപ്പോൾ ക്യാൻസറിൻ്റെ ഭാഗമാകാം എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴാണ്, ആണെന്നല്ല പറഞ്ഞ് അങ്ങനെയാകാം എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴാണ് ഇവൾക്ക് വാതിൽ തുറന്ന് കയറി വരുന്നത്. ഞാനത്ര ശ്രദ്ധിച്ചുമില്ല. ഞാൻ ഈ ഡോക്ടർ പറഞ്ഞു തരുമ്പോൾ നമുക്ക് മനസ്സിലാവണ്ടേ, നമുക്കെല്ലാവരും അറിയത്തില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തന്നാലല്ലേ മനസ്സിലാവുള്ളൂ. എന്നിട്ട് എന്നോട് ഡോക്ടർ വഞ്ഞിച്ചൂടെ അങ്ങനെയാണ് ഞാലിയൊഴുതാറയിലെ ജെർണച്ചൻ പറഞ്ഞിട്ട് പരിമലയ്ക്ക് ഞാൻ പോകുന്നത്. പരിമലയിൽ ചെന്നു. അരുൺ ഡോക്ടറാണ്. ഈ റിസൾട്ട് കാണിച്ചു. അപ്പോൾ അവിടെ തന്നെ എടുക്കണമെന്ന് പറഞ്ഞു. എടുത്തപ്പം പറഞ്ഞു ആ വീക്കം ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. അന്നും ഡോക്ടർ ഇത് പറയാം, അന്നേരം കൊച്ചുള്ളത് കൊണ്ട് ഇച്ചിരി ഹൈപ്പറൊക്കെയാണ്, അപ്പം വെളിയിൽ നിൽക്കുമായിരുന്നു. ഈ പറഞ്ഞ് വന്ന അവസാനം ഡോക്ടറും ക്യാൻസറിൻ്റെ കാര്യവും പഠിപ്പിച്ച് വന്നില്ല. ഇത് പറയുമ്പോഴാണ് കയറി വരുന്നത്. ഞാൻ അന്നേരം കാര്യം കാരണം നമ്മളെ കാര്യം പറഞ്ഞു തന്നല്ല. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നു. അതുവരെ എൻ്റെ ഭാര്യ എന്നോട് മിണ്ടിയില്ല. എനിക്കറിയത്തില്ല എന്തോ പ്രശ്നം എന്നാ ഉണ്ടായത്. ഞാൻ ഇനി വല്ല കൊച്ചിനെ നോക്കാത്തത് കൊണ്ടാണോ ഇനി അങ്ങനെ വല്ലതും ആണോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. വീട്ടിൽ ചെന്നു. രാത്രി കിടക്കാൻ നേരത്ത് ഒറ്റ കരച്ചിൽ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഞാൻ കരച്ചിൽ എന്നാ കാര്യം എന്നാന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ക്യാൻസർ ആണല്ലേ. ഞാൻ ഞെട്ടിപ്പോയേ. ഞാനറിയാതെ എനിക്ക് ക്യാൻസറോ? ഞാനുള്ളൂ. ഞാൻ പരിമല ഡോക്ടർ പറഞ്ഞത് ആ വീക്കം അതിനൊക്കെ കാരണമാകാം. ഉറപ്പിച്ചില്ലല്ലോ, നോക്കാമെന്നല്ലേ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, എനിക്ക് ഉറപ്പാണ്. മന്ദിരത്തിലെ ഡോക്ടർ ഇത് തന്നെയാ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ അത്ര ദിവസത്തെ കാര്യം മറക്കാതെ വെക്കുന്ന ഞാൻ അന്നാണ് പഠിച്ച സ്ത്രീകൾ ഒരു കാര്യവശവും ഒരു സാധാരണ മറക്കത്തില്ല. ഞാൻ പറഞ്ഞു വിട്ട കാര്യം മാത്രമേ മറന്നിട്ടുള്ളൂ. സ്ത്രീകൾ മറക്കത്തില്ല കേട്ടോ. ഈ മന്ദിരത്തിൽ പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ പരിമലയിൽ പോയത്. അത് മറക്കാതെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു. ചികിത്സയൊക്കെ നടന്നു. ഏതായാലും ദൈവം അനുഗ്രഹിച്ച് അങ്ങോട്ടൊന്നും പോയില്ല, അധികം ചികിത്സയ്ക്കൊന്നും പോയില്ല. ഈ വേദന കൂടുമ്പോൾ ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാൻ മണ്ണാടുള്ള ബേസ് ഹോസ്പിറ്റലിലോട്ടാണ് പോകാറ് സാധാരണ.
രാത്രി ഒരു ദിവസം രാത്രി എനിക്ക് വേദന എടുത്ത് പൊളയുന്ന സമയത്ത് ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാൻ പോയി. അന്ന് ഈ അമ്മാമ്മയുണ്ട്. രാത്രി 10:30 കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. ഞാൻ തന്നെ വണ്ടി ഓടിച്ച് ഞാൻ തന്നെ നേരെ പോവാം. അപ്പം അവിടെ പോകാൻ നേരത്ത് അമ്മാമ്മ എന്നോട് ചോദിച്ചു എങ്ങോട്ട് പോകാം. ഞാൻ പറഞ്ഞു കവല വരെ ഒന്ന് പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. ഞാൻ തമാശയ്ക്ക് പറഞ്ഞു ഈ വേദന ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമിച്ചിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ തിരിച്ചു വന്നത് 3 മണിക്കാണ്. ഇഞ്ചക്ഷനൊക്കെ എടുത്തെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നത് 3 മണിക്കാണ്. 3 മണി വരെ കണ്ണ് തുറന്നിരിക്കുക. കവലയ്ക്ക് പോയിട്ട് വന്നാൽ പെട്ടെന്ന് വരുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കാം. അതൊരു വിശ്വാസം. നമ്മൾ ഈ ഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ നടത്തുന്നതും നമ്മെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതും ആരായിരിക്കും? ഇപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഉറങ്ങുമോ? നമ്മൾ ഉറങ്ങുമായിരിക്കും. മോളിൽ ഇരിക്കുന്ന ആള്. അതാണ് വിശ്വാസം. അത് ഉള്ളിലുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വളരുകയും നമ്മൾ നിലനിൽക്കുകയും ചെയ്യുള്ളൂ. ഈ മരം പറയുന്നുണ്ട് ഞാൻ കാണത്തില്ലെങ്കിലും എനിക്ക് കാണുവാൻ പറ്റത്തില്ലെങ്കിലും ഒരു കാര്യം എനിക്കറിയാം, ആ വേരുള്ളത് കൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നതെന്നുള്ള ഒരു ബോധ്യമുണ്ട്. ആ ബോധ്യമാണ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. നിങ്ങളുടെ പുറമേ കാണുന്ന സൗന്ദര്യത്തിലല്ല ദൈവം ഇരിക്കുന്നത്. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിലാണ് നിങ്ങൾ വളരുന്നതെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായേ പറ്റൂ. അതുണ്ടാകേണ്ട ഈ പെരുന്നാളിൽ ആവശ്യമാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് പുതിയ വർഷത്തിലേക്ക് കടക്കുകയും ചെയ്യണം. ഇനി നമ്മുടെ ഉള്ളിൽ വല്ല വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിട്ട് കളയുന്നത് നല്ലതായിരിക്കും കേട്ടോ. എത്ര നാൾ ജീവിച്ചിരിക്കുമെന്ന് തന്നെ അറിയത്തില്ല. പണ്ട് വെല്ലൂർ ഹോസ്പിറ്റലിൽ മിഷന് പോയ സമയത്ത് ഒരു ചെറിയൊരു സംഭവം എന്നെ സംബന്ധിച്ച് അതൊരു വേദന എടുപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഒരു 96 വയസ്സുള്ള ഒരു അമ്മച്ചി. ഞാൻ രാവിലത്തെ ഇതെല്ലാം കഴിഞ്ഞിട്ട് 4 മണിയായപ്പോൾ തിരിച്ച് സ്നേഹഭവനിലോട്ട് പോകാൻ വേണ്ടി അവിടുത്തെ ഈ കൗൺസിലറും കാര്യങ്ങളൊക്കെ എല്ലാവരുമായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ഈ അമ്മച്ചി തൃശ്ശൂരിൽ നിന്ന് 3 ആൺമക്കളുടെ അമ്മയായ ഈ അമ്മ അവിടെ വന്നിറങ്ങുന്നുണ്ട്. 2 ആൺമക്കൾ കൂടെയുണ്ട്, ഒരു സ്ത്രീയും കൂടെയുണ്ട്. ഈ അമ്മയ്ക്ക് ക്യാൻസറാണ്. അത് നേരത്തെ ഫൈനൽ ചെയ്തിട്ട് പോയതാണ്. ഇപ്പം കൂടുതലാണ് അപ്പം അങ്ങോട്ട് കൊണ്ടുവന്നത്. ഈ ഇറങ്ങിയ വഴിക്ക് തന്നെ അമ്മച്ചി എൻ്റെ കയ്യെ കയറി അങ്ങ് പിടിച്ചു. കുപ്പായം ഉള്ളതുകൊണ്ടാണെന്ന് അറിയത്തില്ല, കയ്യെ കയറി അങ്ങ് മുറുക്കെ പിടിച്ചു. വിടാനൊരു മനസ്സ് എനിക്കും ഉണ്ടായില്ല. അതുകൊണ്ട് അമ്മച്ചി വീൽ ചെയറിൽ പോയ വഴിക്ക് ഞാനും വീൽ ചെയറിന് പുറകെ പോവുക. ഈ അമ്മച്ചി കൈ പിടിച്ചുകൊണ്ട് ഇപ്പോൾ മാറാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഈ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് വാതിക്കെ നിൽക്കുക. അപ്പം ഡോക്ടർ വന്ന് സൈൻ ചെയ്താലേ അമ്മച്ചി അഡ്മിറ്റ് ആക്കുകയുള്ളൂ. കുറേ നേരമായി 5:30 കയറി നിൽക്കുന്ന ഏകദേശം ഒരു 7:30 ഡോക്ടർ വന്നില്ല. ഡോക്ടർ തിരക്കിലായിരുന്നു അന്ന്. ഈ അമ്മച്ചി ഇടയ്ക്ക് പറയുന്നുണ്ട് എനിക്ക് ദാഹിക്കുന്നുണ്ട്, ഇച്ചിരി വെള്ളം തരാമോ. അപ്പം ഞാൻ ഓർത്ത് മേടിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ കൂടെ എന്നാൽ സിജോയോട് പറഞ്ഞു വെള്ളം വല്ലതും മേടിച്ചുകൊണ്ട് പോകാം, നമുക്ക് കൊടുക്കാം. എന്നാലും മക്കൾ 2 പേരും പറഞ്ഞു വേണ്ട, വെള്ളമൊന്നും കൊടുക്കണ്ട, നമുക്കറിയത്തില്ലല്ലോ ഈ അമ്മച്ചിയുടെ ഇതെന്ന്. കൂടെ നിന്ന ആ സ്ത്രീ ആണെങ്കിൽ മിണ്ടാതെ ഇങ്ങനെ പുറകെ കൈയും കെട്ടി ഇങ്ങനെ നിൽക്കുക. ഒന്നും അറിയുന്നില്ല. വെള്ളം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് മിണ്ടുന്നില്ല. 8 മണിയായി. ഈ അമ്മച്ചി വീണ്ടും പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നുണ്ട്, ഇച്ചിരി വെള്ളം തരാൻ പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ അപ്പുറം തൊട്ടപ്പുറം നാരങ്ങ വെള്ളമുണ്ട് ഈ ഹോസ്പിറ്റലിൻ്റെ അകത്ത് തന്നെ. സുജോ അത് മേടിക്കാൻ വേണ്ടി അങ്ങോട്ടും എല്ലാം ഒരു വേണ്ട മേടിക്കണ്ടെന്ന്. അന്നേരം ഈ ഒരു മകൻ പറഞ്ഞൊരു വാക്ക് എന്നെ സംബന്ധിച്ച് വലിയ ഒരു വിഷമമുണ്ടായി. ഈ തള്ളയെ ഒന്ന് കയറ്റി വിട്ടിട്ട് വേണം. എന്താ പറഞ്ഞേ? 96 വയസ്സായ ഈ അമ്മയെക്കുറിച്ച് സ്വന്തം മൂത്ത മകൻ പറയുകയാണ് ഈ തള്ളയെ ഒന്ന് കയറ്റി വിട്ടിട്ട് വേണം എനിക്ക് തൃശ്ശൂർക്ക് പോകാൻ. ഞാൻ അന്നേരം മനസ്സിലൊന്ന് ധ്യാനിച്ചതിനാണെന്നറിയോ, ഈ അമ്മ 9 മാസം വയറ്റിൽ കിടത്തിയായിരുന്നല്ലോ, അന്നൊന്ന് ആഞ്ഞ് തുള്ളിയിരുന്നെങ്കിൽ ഇവൻ ഈ സംസാരിക്കാൻ. ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത് എൻ്റെ മനസ്സിൽ വന്നു പോയത് ആ ഒറ്റ കാര്യം. ആ 9 മാസം വയറ്റിൽ കിടക്കുവാൻ ആരംഭിച്ച സമയത്ത് അമ്മയൊന്ന് ആഞ്ഞ് തുള്ളിയിരുന്നെങ്കിൽ
ഇവൻ ഈ പറയാനുള്ള ഈ ഭൂമി കാണത്തില്ല. നമ്മുടെയൊക്കെ ജീവിതം പോകുന്ന ഒരു പോക്ക്. ഇത് പറയുവാനുണ്ടായ കാരണം എന്നാന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസങ്ങൾ വ്യതിചലിച്ച് പോകുന്നതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. എൻ്റെ അമ്മാമ്മ മരിച്ച സമയത്ത് തന്നെ ഒരു മരണം വേറൊരു സ്ഥലത്തുണ്ടായി. നമ്മുടെ കോട്ടയം സ്ഥലത്ത് തന്നെ, പാമ്പാടിക്കടുത്ത് തന്നെയാണ്. മക്കള് രണ്ടുപേരും വെളിയിലാണ്. ഈ അമ്മ ഒരു വീട്ടിൽ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? അമ്മ നിൽക്കുമെങ്കിലും വീട്ടിൽ നിർത്തത്തില്ല. അതാണ് വലിയ കാര്യം. അതുകൊണ്ട് ഈ മക്കളെ വിടുന്നവരൊക്കെ ഒന്ന് ഓർത്തണം, ഒരു മകനെയെങ്കിലും ഇവിടെ നിർത്തിയിട്ടേ വിടാവുള്ളൂ കേട്ടോ. ഈ അമ്മ മരിച്ചത് വേറൊരു ഓർഫണേജ് പോലത്തെ സ്ഥാപനത്തിൽ കിടന്നാണ് മരിച്ച്. ആർഭാടമായാണ് അടക്കം നടത്തിയതെന്ന് അവിടുത്തെ വികാരിയച്ഛൻ എന്നോട് ഷെയർ ചെയ്തു. ഒരു കാര്യത്തിലും സംബന്ധിച്ചിട്ടില്ല. ഈ അമ്മ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് മരിച്ചത് അറിഞ്ഞത് ആ സമയത്താണ്, അതുവരെ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞത്. അതാണ് മക്കളുടെ അവസ്ഥ. നമ്മുടെ വിശ്വാസങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്, കൽപ്പന എൻ്റെ മാതാവിനെ പിതാവിനെ എന്തോ കേട്ടില്ല പിള്ളേർ പറയട്ടെ, എൻ്റെ മാതാവിനെ പിതാവിനെ. ബാക്കിയൂടെ ഉണ്ട്. എത്രാമത്തെ കൽപ്പനയാ? ആണോ? ഇടയ്ക്ക് ഈ അമ്മമാരും അപ്പന്മാരും ഒക്കെ ഒന്ന് മക്കളെ പഠിപ്പിച്ചു വിടുന്നത് നല്ലതായിരിക്കും കേട്ടോ. അവരില്ലാതെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല. നമ്മുടെ വിശ്വാസങ്ങളുടെ വ്യതിചലനമാണ് ഈ വിശ്വാസം നഷ്ടപ്പെടുവാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉള്ളിൽ ദൈവത്തിന് താമസിക്കുവാനുള്ള ഇടമില്ല. വിശ്വാസം ഉണ്ടാകണം, ദൈവം താമസിക്കണ്ടേ? ഹൃദയം നിറഞ്ഞു കവിയുന്നത് ഞാൻ നമിച്ചു. ഞാൻ വലിയ പ്രാസംഗികനൊന്നുമല്ല. ഈ അച്ഛൻ എന്നെ വിളിച്ച് കയറ്റി കൊണ്ടുവന്നതാണ്. എനിക്ക് അച്ഛൻ്റെ പള്ളിയിൽ ചെന്ന കാലം തൊട്ട് അച്ഛനോട് ഭയങ്കര അടുപ്പം. അച്ഛൻ എൻ്റെ ചികിത്സയുടെ കാര്യങ്ങളും എല്ലാം തിരക്കിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഇന്നോട്ട് ഭയങ്കര അടുപ്പം. കാരണം ഞങ്ങൾ തമ്മിൽ ഒത്തിരി നാളത്തെ ബന്ധമൊന്നുമില്ല. പക്ഷേ ആ ഉള്ള നാളത്തെ ബന്ധത്തിൽ കൂടുതൽ ഞങ്ങൾ സ്നേഹിക്കുകയും അടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൃദയം നിറഞ്ഞു കവിയുന്നത് എന്തോ? ഇത് അച്ഛൻ എന്നെങ്കിലും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങ് പൊക്കോളാം, പെരുന്നാളൊക്കെ അല്ലേ, ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു പ്രയോജനം. ഒച്ചയ്ക്ക് പറ. ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായി സംസാരിക്കും. നമ്മളിപ്പോ സംസാരിക്കുന്നത് എന്തോ ഹൃദയം നിറഞ്ഞു കവിയുന്നതാ. പക്ഷെ പറയുന്നതൊക്കെ മാമോദീസയ്ക്ക് തല കൊടുന്ന ആള് വന്ന് കുമ്പസാരിക്കുമല്ലോ. നമുക്കറിയാം, നമ്മളെല്ലാവരും കുമ്പസാരിക്കുന്നവരാ. തലവിടെ ഈ കുഞ്ഞിന്റെ അപ്പനും അമ്മയും കുമ്പസാരിക്കുമല്ലോ. ഉണ്ടായിരിക്കുമെന്നാ വിശ്വാസം. എന്തിനാ? എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ച് വീണ്ടും ഈ തെറ്റിലോട്ട് പോകാതിരിക്കുവാൻ വേണ്ടി പ്രതിജ്ഞയ്ക്ക് എടുത്തിട്ട് ഒന്ന് പോവുകയാണ്. മാമോദീസ മുക്കുന്നതിന് മുമ്പ് പറയും, തലവിടുന്ന ആളോട് പറയും, ഇതിനെ ആത്മീയമായി വളർത്തേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം തലവിടുന്ന ആൾക്കും അപ്പനും അമ്മയ്ക്കും. കാരണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദാനമാണ്. അതിനെ വളർത്തുവാനുള്ള ഒരു ചുമതല മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ ആ ചുമതല നിർവഹിക്കുവാൻ, ഭംഗിയായിട്ട് നിർവഹിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഭംഗിയായിട്ട് ജീവിക്കണം. അതുകൊണ്ടാണ് ഈ കൂദാശ, വലിയ കൂദാശയ്ക്ക് മുമ്പ് കുമ്പസാരിക്കണം എന്നൊക്കെ നിർബന്ധം പറയുന്നത്. എത്ര പേരനുസരിക്കുന്നുണ്ട്? നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു തെറ്റായ വാക്കെങ്കിലും പറഞ്ഞ് ശീലിച്ചിട്ടുണ്ട് നമ്മൾ, അല്ലേ? അതാരോടെങ്കിലും. നമുക്കിഷ്ടമില്ലാത്ത എന്ത് കാര്യം ആര് ചെയ്താലും അവരെ നമ്മൾ ശത്രുവായിട്ടേ കാണാറുള്ളൂ. അങ്ങനെ ശത്രുവായിട്ട് കാണുകയാണെങ്കിൽ പഴയ പിതാക്കന്മാരൊക്കെ എല്ലാവരെയും ശത്രുക്കളായിട്ടാണ്. ഉപദ്രവിച്ചവരെ പോലും സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയ ചരിത്രമേ ഉള്ളൂ നമുക്ക്. പക്ഷേ ആ പിതാക്കന്മാരുടെ
പാത പിന്തുടരുന്ന നമുക്ക് മാത്രം അത് ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചൊരു വലിയ കുറവ്. ഞാൻ പറഞ്ഞു ഒരു ഇടം വേണമെന്ന്. ഇടത്തിന് ഇംഗ്ലീഷിൽ എന്തോ പറയുന്നത്? സ്പേസ്. ചെറിയ ഒരു വാക്കാണ്, വെറും 5 വാക്ക്. ഒന്നാമത്തെ വാക്ക് യെസ്, സെപ്പറേറ്റഡ് ലൈഫ്. അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം. ആ വസിക്കുവാനുള്ള ഇടം കൊടുക്കണമെങ്കിൽ ഒന്നാമത് ഉണ്ടാകേണ്ടത് എന്താണ്? സെപ്പറേറ്റഡ് ലൈഫ്. എന്നോ വേർതിരിച്ച് ജീവിക്കണം. എങ്ങനെ വേർതിരിക്കണം പറഞ്ഞോ? വേർതിരിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞോ? നമുക്കറിയാം. 1 ശമൂവേൽ 3-ാം അധ്യായം. എടുക്കണ്ട, നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ചാൽ മതി. ഒന്നും എടുക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്കെല്ലാം അറിയാം, അതെനിക്കൊരു ഉറപ്പാ. നിങ്ങൾ അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എനിക്കറിയാം. 1 ശമൂവേൽ 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ 3 തവണ ശമൂവേൽ ബാലനെ ആര് വിളിക്കുന്നു? യഹോവ വിളിക്കുന്നുണ്ട്. എന്താ വിളിക്കുന്നത്? കേൾക്കത്തില്ല, അല്ല ഫാൻ്റെ ഒച്ച ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. തെറ്റാണെങ്കിലും ആരൊന്നും പറയത്തില്ല. നമുക്കറിയാം, ഇപ്പം ഈ TV കൂടെ ഓടുന്ന ഒരു കോമഡി ഷോ ഉണ്ട്, കെവിൻ്റെ എബിൻ്റെ. അതിനകത്ത് അമ്മമാരൊരു കോമഡിക്കകത്ത് പറയുന്നുണ്ട്, ഞാണ്ട് പറഞ്ഞു വരുമ്പോൾ കാര്യം മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ പോലെയാണ്. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ ഫാനിൻ്റെ ഒച്ച ഉള്ളതുകൊണ്ട് രക്ഷപ്പെടും, പേടിക്കണ്ട. 3 തവണ എന്തോ വിളിക്കുന്നേ? ഒച്ചയ്ക്ക് പറഞ്ഞ് നമ്മളൊരു വഴക്കുണ്ടാക്കിയ ഈ ഒച്ചയൊന്നും അല്ല കാണാൻ പോകുന്നത്. അന്ന് മൈക്ക് പോലും ആവശ്യം വരത്തില്ല. ഒരു 10 കിലോമീറ്റർ അപ്പുറം വരെ കേൾക്കാവുന്ന ശബ്ദത്തിൽ തന്നെ നമ്മൾ കേൾക്കുകയും ചെയ്യും. പക്ഷെ ദൈവവചനത്തിന്റെ കാര്യം ചോദിക്കുമ്പോൾ മാത്രം ഞങ്ങളെ വിടത്തില്ല. എന്നാ പറയുന്നേ? ശമൂവേൽ ആരുടെ അടുത്തോട്ടാ ഓടിച്ചെല്ലുന്നേ? ഏലി പുരോഹിതന്റെ അടുത്തോട്ട്. എന്നിട്ട് എന്നാ പറയുന്നേ? അടിയനെ വിളിച്ചോന്ന് ചോദിക്കുന്നു. 2ാമതും വിളിക്കുന്നുണ്ട്. അന്നേരവും പോകും. അടിയനെ വിളിച്ചോന്ന് ചോദിച്ചു. ശമൂവേലിന് മനസ്സിലായില്ല, പക്ഷേ ഏലി പുരോഹിതന് മനസ്സിലായി. അന്നേരം പറയുന്നുണ്ട്, ഇനി വിളിക്കുമ്പോൾ കർത്താവേ അടിയനിതാ. നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? വിളിക്കപ്പെട്ടവരാ നമ്മൾ. ഞങ്ങൾ മാത്രമല്ല, നിങ്ങളെല്ലാവരും വിളിക്കപ്പെട്ടവരാ. എങ്ങനെയാ പറയുന്നേ? കർത്താവേ അടിയനിതാ കേൾക്കുന്നു. എന്തോ കേൾക്കാനാണ്? വേർതിരിക്കപ്പെട്ട ഒരു ജീവിതത്തിന്റെ ഒരു ഉടമ ബാലനായിരുന്ന ശമൂവേലിനെ വിളിച്ചു ചേർക്കുന്നുണ്ട്. അതിന് വലിയ കഴിവുണ്ടായിട്ടോ കാര്യങ്ങളുണ്ടായിട്ടോ അല്ല. അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറയുവാനുള്ള ഒരു മനസ്സ്. നിങ്ങൾ അങ്ങോട്ടൂടെ നോക്കിക്കോ. സമയം കുറഞ്ഞ 1 മണിക്കൂറാണ് പറഞ്ഞേക്കുന്നത്. നിർത്തിക്കോളാം, വിഷയമൊന്നുമില്ല. എല്ലാവരും അങ്ങോട്ട് നോക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. വേർതിരിക്കപ്പെടുന്നതിൻ്റെ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ആ വേർതിരിക്കപ്പെടുന്ന ഒരു മനസ്സ്. അതുകൊണ്ടായിരിക്കാം ഒരാളെ അഭിഷേകം ചെയ്യുന്നുണ്ട്. ആരെയാ? രാജാവായിട്ട് അഭിഷേകം തന്നെ ചെയ്യുന്നു. അവിടെ അവർക്ക് വേറെ മക്കളൊക്കെ ഉണ്ട്. പക്ഷെ ഏറ്റവും ഇളയവനായ 1.5 ഉത്തരം കിട്ടി. അതാണ് ഞാൻ പറഞ്ഞില്ല, എല്ലാം അറിയാവുന്നവരെവിടെ ഇരിക്കുന്നത്. വലിയ കഴിവൊന്നും ഉള്ളവനല്ല, വലിയ പൊക്കവും കാര്യങ്ങളൊന്നുമില്ല, ഒരു രാജാവിൻ്റെ രൂപഭംഗിയും ഒന്നുമില്ല. പക്ഷേ അവിടെ ദൈവം തിരഞ്ഞെടുത്തത് ആരെയാ? ദാവീദിനെ. നമ്മളെല്ലാം വേർതിരിക്കപ്പെട്ടവർ. വിശുദ്ധ മാമോദീസയിലൂടെ നമ്മളെല്ലാം ക്രിസ്ത്യാനികൾ എന്ന വേർതിരിക്കപ്പെട്ടവരാണ്. തോമസ്, അന്നമ്മ, അങ്ങനെ ഏലിയമ്മ, അങ്ങനെ ഒത്തിരി പേരുകളിൽ നമ്മളെ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാ. നമ്മൾ എന്തെങ്കിലും ആ വേർതിരിക്കപ്പെട്ടതിൻ്റെ സ്വഭാവം കാണിക്കാറുണ്ടോ? കാണിക്കും, കാണിക്കാതിരിക്കത്തൊന്നുമില്ല. നമുക്കൊരു സന്തോഷം വരുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കാറുണ്ടോ?
ഉണ്ടോ? ഇല്ല. അതാണ് സത്യം. നമുക്കൊരു സന്തോഷം വരുമ്പോൾ ദൈവത്തെ വിളിക്കുന്ന ഒരു സ്വഭാവം നമുക്കില്ല. പക്ഷെ ഒരു സങ്കടം വരുമ്പോഴോ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കും. അതിന് ഉത്തരം കിട്ടുന്നത് വരെ വിളിച്ചുകൊണ്ടിരിക്കും. അത് നമ്മുടെ ഒരു സ്വഭാവമാണ്. പക്ഷേ എല്ലാത്തിനും നന്ദി കരേറ്റുന്നവരായിരുന്നു പിതാക്കന്മാർ വരെ. നമ്മളിന്ന് ഓർമ്മ അനുഷ്ഠിക്കുന്ന ബസേലിയോസും ഗ്രിഗോറിയോസും അച്ഛനത് കാര്യം പറഞ്ഞു തന്നു. ഞാനന്നേരം ചിന്തിച്ചു, ഇനി പറയണ്ടല്ലോ. അവർക്ക് പ്രതിസന്ധികൾ അങ്ങേയറ്റം ഉണ്ടായി. പക്ഷേ അതൊന്നും വകവെച്ചില്ല. ദൈവത്തിൽ കണക്ക് കൂട്ടിയതല്ല. അതുകൊണ്ട് സന്തോഷത്തോടെ സ്വീകരിക്കുവാനുള്ള മനസ്സ് കാണിച്ചു എന്നുള്ളതാണ്. സ്പേസിന്റെ രണ്ടാമത്തെ വാക്ക്, രണ്ടാമത്തെ സ്പെല്ലിങ് പി ആണോ? ഒന്ന് വേർതിരിക്കപ്പെട്ടതാണെങ്കിൽ രണ്ടാമത്തെ തന്നെ ആയിരിക്കണം പ്രാർത്ഥന നിറഞ്ഞ ജീവിതമായിരിക്കണം. പ്രയർഫുൾ ലൈഫ് ആണോ? ഉണ്ടോ? ഞാൻ അങ്ങോട്ട് മൈക്കുമായിട്ട് വരണോ? ഞാൻ ഈ സംസാരിക്കുന്ന ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് വലിയ പ്രസംഗം അറിയത്തില്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ പ്രസംഗിക്കാറുണ്ട്. അത് ഒന്ന്, ധ്യാനിക്കേണ്ടവർക്ക് ധ്യാനിക്കാം. ഞാൻ ആരെയും സ്പെഷ്യലായിട്ട് വിളിച്ച്, കാരണം ധ്യാനിക്കാനല്ലേ നമ്മളിവിടെ വന്നിരിക്കുന്നത്. മനസ്സ് ഫ്രീ ആവുമ്പോഴാണ് നമ്മൾ നിദ്ര പ്രാപിക്കുന്നത്. നിദ്ര പ്രാപിക്കുക എന്ന് വെച്ചാൽ മരിച്ചു പോകാന്നല്ല, ഉറക്കം വരുന്നത്. നമ്മുടെ മനസ്സ് നിറഞ്ഞ് എന്തെങ്കിലും പ്രശ്നത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഉറങ്ങുമോ? നമ്മൾ ടെൻഷൻ അടിച്ച് ഭയങ്കര കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. പക്ഷേ മനസ്സ് ഫുള്ളായിട്ട്, നമ്മൾ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഫുള്ളായിട്ട് ഫ്രീ ആവും. അന്നേരം നമ്മൾ അങ്ങ് ഉറങ്ങിപ്പോവും. അത് സ്വാഭാവികം. ഞാൻ അങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നത് കേട്ടോ. രണ്ടാമത്തത് പ്രാർത്ഥന നിറഞ്ഞ ജീവിതം. നമുക്കറിയാം, ആ പ്രാർത്ഥന നിറഞ്ഞ ജീവിതത്തിൽ നിന്നാണ് ഒരു വാക്കുണ്ടാകുന്നത്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. പ്രാർത്ഥന നിറഞ്ഞ ജീവിതമായിരുന്നുകൊണ്ടാണ് ഗബ്രിയേൽ ദൂതൻ കടന്നു വന്ന് പറയുമ്പോഴും ധൈര്യസമേതം ദൈവത്തിൻ്റെ വചനങ്ങളെ ഉൾക്കൊള്ളുവാൻ നമുക്ക് ശക്തി ലഭിക്കുന്നത്. നമുക്ക് ശക്തി ഉണ്ടെങ്കിലേ ഈ ദൈവത്തിൻ്റെ വചനങ്ങളെ നമ്മുടെ ഉള്ളിൽ കയറത്തുള്ളൂ, അല്ലെങ്കിൽ കയറത്തില്ല. ഉള്ള കാര്യം പറയാം. നമ്മുടെ ഉള്ള് ശക്തിപ്പെടണമെങ്കിൽ ജീവിതം മുഴുവൻ പ്രാർത്ഥനകൾ നിറഞ്ഞതായിരിക്കണം, ഉരുവിട്ടുകൊണ്ടിരിക്കണം. എന്നും കുറിയലായിസൻ കർത്താവേ എന്നോട് കരുണ ചെയ്യണമേ, കർത്താവേ എന്നോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് ലീഹ തെസലോനിക്കർക്കെതിരെ 1 ലേഖനം 5 അധ്യായം 17 വാക്യത്തിൽ പറയുന്നുണ്ട്, ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ. ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം നമ്മൾ ക്രിസ്ത്യാനികളായി, ക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് വേർതിരിച്ചിരിക്കുകയാണ്. ഞാനിവിടെ അന്നൊരു കഥ പറഞ്ഞായിരുന്നു. 2 കള്ളന്മാര് അവരുടെ ജീവിതം ക്രമീകരിക്കുവാൻ പോയിട്ട് നാശത്തിലേക്ക് പോയ ഒരു കഥ പറഞ്ഞു. പക്ഷെ നമ്മൾ ഈ കുരിശ് വഹിച്ചുകൊണ്ട് പോകുമ്പോൾ അത് നന്മയിലേക്ക് ഭവിക്കണമെന്നുള്ള ഒരു ഓർമ്മയുണ്ടാകണമെങ്കിൽ പ്രാർത്ഥനയുണ്ടാകണം. അതിനൊരു ഗ്യാപ്പ് കൊടുക്കരുത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്തിനും പ്രാർത്ഥിക്കണം. നമുക്കറിയാം, പാമ്പാക്കുട നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പാമ്പാക്കുട പുസ്തകം, അതിനകത്ത് എല്ലാം പ്രാർത്ഥനകളുമുണ്ട്. 7 നേരം യാമപ്രാർത്ഥനകളുണ്ട്. നമുക്കറിയാം. നമ്മൾ അത് ചുരുക്കി ഇപ്പം 1 നേരമാക്കിയിട്ടുണ്ട്. പ്രാർത്ഥനകളെ കുറയ്ക്കുന്ന ഒരു സ്വഭാവത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന 2 വ്യക്തികളെ വിശുദ്ധ വേദപുസ്തകം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 18 അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിൽ പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? പറഞ്ഞോ. പരീശൻ പറയുന്നുണ്ട്, എൻ്റെ അടുത്തിരിക്കുന്ന ഇവനെ പോലെ ഒന്നുമല്ല, ഞാൻ സ്റ്റാൻഡേർഡ് ഉള്ള ഒരാളാണ്. അതുകൊണ്ട്
എൻ്റെ പ്രാർത്ഥന അങ്ങോട്ട് കേട്ടാൽ മതി, അങ്ങനെയല്ലേ? എൻ്റെ ധാർഷ്ട്യം അതായിരുന്നു. പക്ഷെ മറ്റേ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചെന്നാ, ഞാൻ പാപിയാണ്, ഞാൻ ഇവിടെ നിൽക്കുവാൻ പോലും യോഗ്യനല്ല, എന്നോട് കരുണ ഉണ്ടാകണമേ. രണ്ടുപേരും പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമുണ്ട്, ട്യൂണിനും വ്യത്യാസമുണ്ട്. ഇവനെപ്പോലെയൊന്നും അല്ല കേട്ടോ, ഞാൻ ഇച്ചിരി സ്റ്റാൻഡേർഡ് ഉള്ളവനാണ്. എൻ്റെ പ്രാർത്ഥന നമ്മളിപ്പം എല്ലായിടത്തും ഉണ്ടായി വരുന്ന ഒരു പ്രതിഭാസമാണ് ഇങ്ങനത്തെ ചിന്താഗതി. ഈ ചിന്താഗതികളൊക്കെ ഒന്ന് മാറുവാനാണ് നമ്മളെ മുമ്പിൽ തന്നെ ക്രിസ്തു തന്നെ കാണിക്കുന്നുണ്ട്. ഗെത്സമനെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് മുട്ടിപ്പായി, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ, എങ്കിലും അവിടെയാണ്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം പോലെ പറയാറുണ്ടോ? അതാണ് പ്രാർത്ഥനയുടെ മാഹാത്മ്യം. ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ പ്രവർത്തിക്കുവാൻ നമ്മൾ ഇടവിടാതെ പ്രാർത്ഥിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് ഇടം നൽകണമെങ്കിൽ വേർതിരിക്കപ്പെട്ട ജീവിതം മാത്രം പോരാ, അവിടെ പ്രാർത്ഥനയുടെ ഒരു ജീവിതം കൂടി ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമത്തെ സ്പെല്ലിംഗ് ആറ്റിറ്റ്യൂഡ്, മനോഭാവം, അല്ലേ? ആയിരിക്കും. കൂട്ടുകാരന് നിന്നെ പോലെ ആണോ? പരിശുദ്ധനായ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞ്? സ്വന്തമായിട്ട് ആരെങ്കിലും വിദ്വേഷിക്കാറുണ്ടോ? എന്നെ പോലെ ഒരു ദുഷ്ടൻ, ഈ ഭൂമി എന്തിനു ജനിക്കുന്നു, അങ്ങനെ പറയാറുണ്ടോ? പറയത്തില്ല. നമ്മൾ ആരുടെ മുമ്പിൽ ചെന്നാലും ഞാൻ നല്ലവനാണെന്നേ പറയാറുള്ളൂ. ആണോ? ആണോ? പറയണം. അതുപോലെ തന്നെ മറ്റവനെയും കാണണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, സ്വരൂപത്തിലും സാദൃശ്യത്തിലും എന്നെ മാത്രമാണോ? എന്നെ മാത്രമാണോ? എല്ലാവരെയും. അതുകൊണ്ട് എല്ലാവരും സ്വരൂപം ആരാ? ദൈവ. അതുകൊണ്ടാണ് നമ്മൾ ഈ വനസിനിമൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മറ്റുള്ളവരെ ബഹുമാനിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാ. നമുക്ക് ബഹുമാനിക്കുന്നതിനേക്കാളും വേറെ കാര്യങ്ങളൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അന്ന് വന്നപ്പോൾ പറഞ്ഞെന്ന് തോന്നുന്നു. അയലോക്കത്ത് വീട്ടിൽ ഒരു കാറുണ്ടായാൽ നമ്മുടെ വീട്ടിൽ ആക്റ്റീവേ ഉള്ളെങ്കിൽ ഇപ്പം അന്നേരം തൊട്ട് ചിന്ത തുടങ്ങും, ഒരു കാറ് വാങ്ങിച്ചിട്ടേ ഇനി ചിരിച്ചോണ്ടിരുന്നാൽ പോരാ കേട്ടോ, പറയുന്ന കാര്യമാണ്. കാറ് വാങ്ങിച്ചിട്ടേ അല്ലേ? നമ്മുടെ ശീലമാണ്, നമ്മുടെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ ആണോ? പുത്രന്മാരാണോ? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാകണമെന്നുള്ളതാണ്. നമുക്കറിയാം, മറിയമും എലിസബത്തും കണ്ടുമുട്ടുമ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്? വന്ദനം ചൊല്ലും, അല്ലേ? അപ്പൊ എന്നാ ഉണ്ടാവുന്നേ? ഉദരത്തിൽ കിടക്കുന്ന പിള്ള തുള്ളിച്ചാടും. നമ്മളിപ്പം വന്ദനമല്ല ചൊല്ലുന്നേ, പക്ഷെ ചൊല്ലാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ. ഇപ്പം മതിലൊക്കെ കെട്ടിയായിരിക്കും, അതുകൊണ്ട് പിന്നെ സേഫാ. നേരത്തെ മതിലൊന്നും ഇല്ലായിരുന്നു, വല്ല കൊന്നക്കമ്പൊക്കെ വെച്ചായിരുന്നു. ഇപ്പം അതിരിന് വരെ പ്രശ്നമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വഴിത്തർക്കത്തിൻ്റെ പേരിൽ ക്രിസ്മസിൻ്റെ തലേ ദിവസം പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട വന്നത്. എൻ്റെ അറിവിലുള്ള ഒരു ഫാമിലി, ചേട്ടനും അനിയനും തമ്മിലുള്ള പ്രശ്നമാണ്. അതിന് മധ്യസ്ഥത വഹിക്കാൻ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറി. വിട്ടുവീഴ്ചയ്ക്ക് താല്പര്യമില്ല. ചേട്ടൻ്റെ പേരിലാണ് സ്ഥലമൊക്കെ, ചേട്ടന് വഴി കൊടുക്കാൻ താല്പര്യമാണ്. പക്ഷെ അനിയന് ആ വഴിയുടെ
അവകാശം പൂർണ്ണമായിട്ട് വേണം. അതാണ് വിഷയം. അനിയൻ പിന്നെയും വിട്ടുവീഴ്ച. ഞാൻ ചെന്ന് സംസാരിച്ച് 2 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചതിന് ശേഷമാണ് അനിയൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. പൂർണ്ണ അവകാശം വേണം. യാത്രാ അസൗകര്യം. ഞാൻ പറഞ്ഞു, ഇത് എന്നിട്ട് അവിടെ ഇരുന്ന പോലീസുകാരൻ പറഞ്ഞു, ഇതൊന്നും എടുത്ത് മുകളിലോട്ട് കൊണ്ടുപോകുന്നില്ലല്ലോ, നിങ്ങൾക്ക് യാത്ര ചെയ്താൽ പോരെന്ന് ചോദിക്കും. അപ്പോൾ അനിയൻ്റെ മകൻ അവിടെ കിടന്ന പ്രശ്നം ഉണ്ടാക്കി. എൻ്റെ പേര് കിട്ടിയാലേ, അതാ നേരെ സോൾവ് ആക്കി വന്ന വിഷയം ഒറ്റയടിക്ക് വീണ്ടും ആളി കത്തിച്ചു. എൻ്റെ പേര് കിട്ടിയാലേ ഞാൻ അതിനെ വിട്ടുവീഴ്ച ചെയ്യുള്ളൂ. എടുത്ത പോലീസുകാരൻ എൻ്റെ അടുത്ത് എന്ന് പറയും, അവൻ മുകളിലോട്ട് എടുക്കാതെ ഈ പ്രശ്നം തീരുമെന്ന് തോന്നുന്നില്ലെന്ന്. സ്വന്തം സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. ഇതുപോലെ നമ്മുടെയും കുടുംബത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, ലൈഫ് എന്നാണ് നമ്മുടെ ജീവിതത്തെ പറയുന്നത്. അതിനകത്ത് ആദ്യം പറയുന്നത് ലവ് അല്ലേ? സ്നേഹം വേണമെന്നാണ് പറയുന്നത്. ലിസൺ ഉണ്ടാണ്. ശ്രദ്ധിക്കുവാൻ കൂടെ നിൽക്കുന്ന ആളെ നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭാര്യ എങ്ങനെ ജീവിക്കുന്നെന്ന്. വീട്ടിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്ന ഭാര്യമാരില്ലേ? അവരെങ്ങനെ ജീവിക്കുന്നു? വെളിയിൽ പോകുന്നവരുമുണ്ട്, ജോലിക്ക് പോകുന്നവരുമുണ്ട്. അങ്ങനെ ഭർത്താക്കന്മാരാരും ചിന്തിക്കാറില്ല. തിരിച്ചു ഭാര്യമാരൊരിക്കലും ചിന്തിക്കാറില്ല ഭർത്താക്കന്മാരെങ്ങനെ ഈ കുടുംബം നടത്തുന്നു എന്നുള്ളത്. അതിൻ്റെ ഒരു പ്രശ്നം നമ്മുടെ ഭവനങ്ങളിലുണ്ട്. ഭാര്യ നല്ല കാര്യം ചെയ്യുമ്പം ഭാര്യമാരെ സംബന്ധിച്ച് ഒന്ന് പൊക്കി പറയുന്നത് അവരെ സംബന്ധിച്ച് നല്ലതെന്ന് മാത്രമല്ല, അവരെ സംബന്ധിച്ച് അതൊരു വലിയ സ്നേഹത്തിൻ്റെ ആരംഭവുമാണ് അല്ലേ? അത് സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. തിരിച്ച് ഭർത്താക്കന്മാരെ സംബന്ധിച്ച് ഇതേപോലെ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അവരെ സംബന്ധിച്ച് അവരെന്ത് കാര്യം ചെയ്താലും അതിന് കൂടെ നിൽക്കുമെന്ന ഒരു വിശ്വാസം ഉണ്ടാകുന്നവരെ അവർക്ക് ഈ സ്നേഹമൊന്നും കാണത്തില്ല. ആ വിശ്വാസം ഉണ്ടാക്കണം. അതിന് സ്നേഹം എന്നുള്ളൊരു സാധനം ഉള്ളിലുണ്ടാകണം. പുറമേ കാണിക്കുകയോടെ ചെയ്യണം. കണ്ടു, നമ്മുടെയൊക്കെ ഈ മനോഭാവങ്ങൾ നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ പോത്തിഫറിന്റെ ഭാര്യ യൗസേപ്പിനോട് ചെറിയ മോഹം തോന്നി അല്ലേ? ഇപ്പം അങ്ങനെയാണല്ലോ. അങ്ങനത്തെ മോഹത്തിന്റെ ഭാഗമാണല്ലോ പത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് അല്ലേ? ഭാര്യമാരെ, ഞാൻ ഇന്നലെ ഒരു കുടുംബ വിഷയത്തിൽ ഇടപെട്ടായിരുന്നു. രണ്ടുപേരും ഒന്നിക്കത്തില്ല എന്നുള്ള വാശിയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഡൈവേഴ്സിനും പോകത്തില്ല. രണ്ടുപേരും 2 വീട്ടിലാണ്. പക്ഷേ ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ 2019 ശേഷം ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ ദുരന്തം വരുന്നത് പോലെയാണ് കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്. ഭാര്യമാർക്ക് വേറെ കാമുകന്മാരെ കിട്ടുന്നു, ഭർത്താക്കന്മാർക്ക് വേറെ കാമുകന്മാരെ കിട്ടുന്നു. ഇതിനെല്ലാം പ്രശ്നം ഉണ്ടാകുന്ന മക്കളെ തല്ലിക്കൊന്നിട്ട് ഇവർ ജീവിക്കുന്നു. മക്കളെ വിലയില്ലാതെ, ദൈവം തന്ന ദാനത്തെ വിലയില്ലാതെ ജീവിക്കുന്ന ഒരു കാലയളവിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇവിടെ യൗസേപ്പ് ചെയ്യുന്നത്, അവിടെ നിന്ന് എന്നാ ചെയ്യുക? ഓടിപ്പോവുകയാണ്. അതിൻ്റെ പേരിൽ പണിഷ്മെൻ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. പോത്തിഫറിന്റെ ഭാര്യ എന്ന് വേറെ രീതിയിലൊക്കെ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ ഈ യൗസേപ്പിനെ തടവിലൊക്കെ ആക്കുന്നുണ്ട്. പക്ഷേ ദൈവം അവനെ വലിയവനാക്കുന്നുണ്ട്. തെറ്റായ വഴിയിലേക്ക് പോകാതെ ദൈവത്തെ കൂടെ നടന്നുകൊണ്ട് നമ്മുടെയും ഈ ചിന്താഗതികളൊക്കെ ഒന്ന് മാറ്റി നല്ല മനോഭാവവുമായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഈ പൂക്കളൊക്കെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ നോക്കാറില്ലേ? മണത്ത് നോക്കാറുണ്ടോ? കിട്ടിയ ആദ്യം എടുത്ത് മണക്കൂല്ലേ? ആണോ? പൂവൊക്കെ കിട്ടിയ മണക്കുവോ? ഇത് മണമുണ്ടോ? ഉണ്ടോ? അതെന്തുകൊണ്ടാ? പ്ലാസ്റ്റിക്കാ. മുല്ലപ്പൂവിന് ഒറിജിനൽ മുല്ലപ്പൂ എടുത്ത് മണത്താലോ മണമുണ്ടോ? റോസാപ്പൂവോ? അതുപോലെ ആയിരിക്കണം മനുഷ്യൻ എന്നാണ് ഒരു കവി പറഞ്ഞിട്ടുള്ളത്. സുഗന്ധമുണ്ടായിരിക്കണം. ഒരുത്തൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സ്വഭാവം അവൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെ കാണിക്കുന്നതാണ്. നമ്മൾ പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ
ആ പ്രാർത്ഥനയുടെ വാക്കുകളും പ്രാർത്ഥനയുടെ ജീവിതശൈലിയുമായിരിക്കും നമ്മുടെ ജീവിതത്തിലും കാണുന്നത്. അത് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ സ്വഭാവമായി മാറേണ്ടത്. നാലാമത്തേത്, തെരഞ്ഞെടുക്കുക. ചൂസ്. ശരിയായ തെരഞ്ഞെടുപ്പ്. നമ്മളിപ്പം പറഞ്ഞു തീർന്നതേ ഉള്ളൂ. എന്താ തെരഞ്ഞെടുപ്പ്? നമ്മൾ ഇനി പോകാൻ പോകുന്നുള്ളൂ 3 നോയമ്പിലോട്ട്. യോന തിരഞ്ഞെടുത്തായിരുന്നു. എങ്ങനെയാ തിരഞ്ഞെടുത്തേ? എങ്ങനെയാ തിരഞ്ഞെടുത്തേ? എൻ്റെ മുഖത്തോട്ട് ദയനീയമായി നോക്കരുത്, ദൈവത്തെ ഓർത്ത്. എങ്ങനെയാ തിരഞ്ഞെടുത്തേ? ഇതെല്ലാം ബൈബിളിലുള്ളതാ, നിങ്ങൾ വായിച്ചവരുവാ. എങ്ങനെയാ തിരഞ്ഞെടുത്തേ? എങ്ങോട്ട് പോകാനാ പറഞ്ഞേ? നിനിവേയിലോട്ട് പോകുവാനാണ് പറഞ്ഞത്. എങ്ങോട്ടാ പോയെ? താർശീശിലേക്ക് പോയി. അതിന്റെ പ്രശ്നം എന്നായി? കപ്പലിലിരിക്കുന്ന ബാക്കിയുള്ളവർക്കൂടെ. അതുകൊണ്ട് പറയുന്നത്, നീ ഒരാൾ കാരണം ഇവിടെ മുഴുവൻ മുടിഞ്ഞു പോകുന്നതെന്ന് പറയത്തില്ല നമ്മള്. അങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറയുന്നത്. അതുപോലെ ഒരു വലിയ തെരഞ്ഞെടുപ്പ് നടത്തിയ ഒരാളുകൂടി ഉണ്ട്, യൂദ. എങ്ങനെയാ തെരഞ്ഞെടുത്തെ? അവൻ നോക്കിയപ്പം യൂദയെ സംബന്ധിച്ച് ആ ശിഷ്യന്മാരിൽ ഏറ്റവും പണ്ഡിതനാണ്, ശരിക്കും പറഞ്ഞ കണക്കപ്പിള്ളയായിരുന്നു യൂദ എന്ന് പറയുന്നത്. അവനെ സംബന്ധിച്ച് ക്രിസ്തുവിനെ കൂടെ നടത്തിക്കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? 30 വെള്ളിക്കാശല്ലേ ഇങ്ങോട്ട് കിട്ടുന്നേ. ഇപ്പൊ പിന്നെ ഒരു ചുമ്മനം കൊടുക്കുന്നതോടെ ലാഭം എത്രയാ? 30 വെള്ളിക്കാശ് പോക്കറ്റിൽ കിടക്കും. കൂടെ നിൽക്കുന്ന വലിയ പുള്ളി എന്ന് പറയുന്ന ആള് അതും കിടക്കും. അതാണ് യൂദ ചിന്തിച്ച. അല്ലാതെ വേറെ ഒന്നും അവിടെ ചിന്തിച്ചില്ല. അവൻ ലാഭം നോക്കിയുള്ളൂ. നമ്മൾ ഈ ലാഭം തന്നെയാണ് നോക്കുന്നത് കേട്ടോ. നമ്മൾ ക്രിസ്തുവിനെ ചിലപ്പോൾ വിൽക്കാറുണ്ട്, ചിലപ്പോൾ ഇല്ലേ? പറഞ്ഞോ, വിൽക്കാറുണ്ടോ? ക്രിസ്തുവിനെ വിറ്റ ഒരാളാണ് നമ്മളെ തങ്കു പാസ്റ്റർ. ഞാലിവഴുതാറായി നിന്ന ആള് തന്നെയാണ് കേട്ടോ. അവസാനം വിറ്റ് ഇപ്പം വിറ്റ് മുടിപ്പിച്ചുകൊണ്ടിരിക്കുക. വേറൊരാളെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വഴി അദ്ദേഹം തിരഞ്ഞെടുത്തു. യൂദായുടെ വഴി യൂദ തിരഞ്ഞെടുത്തതുപോലെ തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതേ ഉള്ളൂ. നമ്മളും തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. നല്ലത് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് നമ്മളോട് ക്രിസ്തു ഓർമ്മിപ്പിക്കുന്നത്. ഒരു കഥ, ചെറിയ ഒരു, നമുക്കറിയാം മഹാഭാരതത്തിലുണ്ടായ ഒരു കഥ. കൃഷ്ണനും അർജുനനും തമ്മിൽ എന്തുവായിരുന്നു? അവർ വലിയ സ്നേഹിതരായിരുന്നു, സഹോദരങ്ങളായിരുന്നു. അവരെല്ലാം കൊണ്ടും ഒരേപോലെ നടന്നിരുന്നവരാ. അവരെല്ലാ കാലത്തും ഒരേപോലെ നടന്നിരുന്നവരാ. ഈ പാണ്ഡവന്മാരെന്നല്ലേ അർജുനനും, അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? പഞ്ചപാണ്ഡവന്മാർ, അർജുനനും കൂട്ടുകാരെയൊക്കെ പഞ്ചപാണ്ഡവന്മാർ, യുധിഷ്ഠിരടക്കമുള്ള ആൾക്കാർ. മറ്റവരെ എന്നാ പറയുന്നത്? കൗരവർ. ദുര്യോധനനും ആ പേരിനകത്ത് തന്നെ ഉണ്ട്. ദുര്യോധനനും അവരുടെ 101 പടകൾ, അല്ലേ? സഹോദരങ്ങൾ. ഇവർ യുദ്ധം അനൗൺസ്മെന്റ് ചെയ്തു. ഈ അനൗൺസ്മെന്റ് ചെയ്തിട്ട് ഇവര് ശ്രീകൃഷ്ണന്റെ സഹായം ചോദിക്കുവാൻ വേണ്ടി അർജുനനും പോയി, ദുര്യോധനനും പോയി. അവിടെ ചെന്ന് ശ്രീകൃഷ്ണനെ കണ്ടു. ശ്രീകൃഷ്ണൻ ഉറങ്ങുമായിരുന്നു. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ ചോദിച്ചു, എന്താ കാര്യം, നിങ്ങളിവിടെ വന്നത് എന്തിനാന്നൊക്കെ ചോദിച്ചപ്പം അർജുനനും ദുര്യോധനനും പറഞ്ഞു, യുദ്ധം ആരംഭിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ ആ യുദ്ധത്തിലേക്ക് ക്ഷണിക്കുവാനാണ് വന്നിരിക്കുന്നതെന്ന് പറയും. അപ്പം ശ്രീകൃഷ്ണൻ 2 ഓപ്ഷനാണ് അവിടെ വെക്കുന്നത് 2 പേർക്കുമായിട്ട്. ഒന്ന്, ഈ ശ്രീകൃഷ്ണന്റെ പടയാളികളായ ലക്ഷക്കണക്കിന് പടയാളികളുണ്ട്. അപ്പം ഈ പടയാളികൾ ഒരു സെറ്റുണ്ട്. അവരെ എടുക്കുന്നവർക്ക് അവരെ എടുക്കാം, അല്ലാത്തവർക്ക് ഞാൻ യുദ്ധം ചെയ്യില്ല. പറഞ്ഞത്
ശ്രീകൃഷ്ണനെ എടുത്താൽ ശ്രീകൃഷ്ണൻ യുദ്ധം ചെയ്യത്തില്ല, അവിടെ കൂടെ നിന്നോളാം, പക്ഷെ യുദ്ധം ചെയ്യത്തില്ല. പക്ഷെ എന്നെ യുദ്ധം ചെയ്യുന്ന ഒരു വലിയ പടയാളികൾ എൻ്റെ കൂടെയുണ്ട്, ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അത് നമ്മുടെ മുമ്പിൽ ഓപ്ഷൻ വെച്ചാൽ ആരാണ് നമ്മളെടുക്കുന്നത്? വലിയ പടയാളികളെ എടുക്കുള്ളൂ. കാരണം യുദ്ധം ചെയ്യാതെ ശ്രീകൃഷ്ണനെയും കൊണ്ട് അവിടെ അല്ലോ പ്രയോജനമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇതാണ് ദുര്യോധനൻ അവിടെ ചിന്തിച്ചത്. കാരണം യുദ്ധം ചെയ്യാതെ ശ്രീകൃഷ്ണനെ കൊണ്ട് പോയിട്ട് എന്നെ കാഴ്ചക്കാരനായിട്ട് വെക്കാനാണോ? നമ്മൾ ഈ പറയത്തില്ലേ, കണ്ണ് കെട്ടാതിരിക്കാൻ വേണ്ടി വെക്കുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പം അവർ ചിന്തിച്ചത് അതാ. അപ്പം അതുകൊണ്ട് എനിക്ക് പടയാളികളെ മതി എന്ന് പറഞ്ഞ് ആ ലക്ഷക്കണക്കിന് പടയാളികളെ കൊണ്ട് പോവുകയാണ്. ഇപ്പം അർജുനൻ അവിടെ ഇരുന്ന് ചിരിക്കുക. എന്തുകൊണ്ടാണെന്നറിയോ? എന്നാ പറഞ്ഞേ? എന്നിട്ട് ഒരു വാക്കൂടെ പറയുന്നുണ്ട്. അർജുനനോട് ശ്രീകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഈ പുഞ്ചിരിക്കുന്നതെന്ന്. അപ്പം അർജുനൻ പറയുന്നൊരു ഉത്തരവുണ്ട്. ഈ ലോകം മുഴുവൻ അവരുടെ കൂടെ നിന്ന് എന്നോട് ശക്തിയായിട്ട് യുദ്ധം ചെയ്താലും എൻ്റെ കൂടെ ഈശ്വരനുള്ള കാലത്തോളം എനിക്കൊന്നും ഭവിക്കത്തില്ല. അതുകൊണ്ട് അങ്ങ് യുദ്ധം ചെയ്യണ്ട, ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി, ഞങ്ങൾ ഈ യുദ്ധം ഇപ്പോഴേ ജയിച്ചു എന്ന് പറഞ്ഞ് അർജുനൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. കാരണം അർജുനൻ അറിയാം ഇത് മുഴുവൻ നയിക്കുന്നത് ശ്രീകൃഷ്ണനാണെന്നുള്ളത് നല്ല ബോധ്യമുണ്ടായിരുന്നു. ആ ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മളെ നയിക്കുന്നത് ദൈവമാണ്. ദൈവമില്ലാതെ വേറെ ഒന്നിനും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനോ നയിക്കുവാനോ നടത്തുവാനോ സാധിക്കില്ല എന്നുള്ളൊരു ബോധ്യം അത് നമുക്കുണ്ടാകണം. ഉണ്ട് നല്ലത് തിരഞ്ഞെടുക്കുവാനുള്ള ഒരു ശ്രമം ഉണ്ടാകണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. അവസാനത്തെ സ്പെല്ലിങ് എലിജിബിലിറ്റി, യോഗ്യതയുള്ളവരായി തീരണം. നമുക്കിതെല്ലാം ഉണ്ടെങ്കിൽ എന്താകും? യോഗ്യതയുണ്ടാകും. അതുകൊണ്ടാണ് വലതുഭാഗത്തെ കള്ളൻ പറയുന്നുണ്ട്, നീ ഇനിയെങ്കിലും നിർത്ത, ഇവൻ ഒരു തെറ്റും ചെയ്യാതെയാണ് ക്രൂശിൽ കയറിയത് എന്ന് ഇടതുഭാഗത്തെ കള്ളനോട് പറയുന്നു. നമ്മൾ വലതുഭാഗത്ത് നിന്ന് എടുത്ത് എഴുതി വെച്ചിട്ടില്ല, പക്ഷേ വലതുഭാഗത്തിന്റെ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് പറഞ്ഞതാണ്. അപ്പം ഈ വലതുഭാഗത്തെ കള്ളൻ പറയുന്നുണ്ട്, ഇന്ന് ക്രിസ്തുവിനോട് പറയുന്നുണ്ട്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഒന്ന് ഓർത്താ മതി എന്നേ പറയുന്നുള്ളൂ. വലുതായിട്ടൊന്നും ചോദിക്കും. കാരണം അവൻ തെറ്റുകാരനാണെന്ന് അവന് ബോധ്യമുണ്ട്. അവൻ തെറ്റിനെ അവിടെ അനുതാപത്തിലൂടെ ക്രിസ്തുവിന്റെ മുമ്പിൽ കഴുകിക്കളയുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഒന്ന് ഓർത്താ മതി. അന്നേരം പറയുന്നുണ്ട്, നീ ഇന്ന് എൻ്റെ കൂടെ വറുതീസായിരിക്കും. അതേക്കുള്ള എന്നാ വേണ്ടേ? അതേക്കുള്ള എന്നാ വേണ്ടേ? എന്തോ വേണ്ടേ? അത് മതിയില്ലേ? മതിയോ? തലയാട്ടിയാ പോരാ, മതിയോ? മതി. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? വേർതിരിച്ചതിന്റെ അവസ്ഥ, സെപ്പറേറ്റഡ് ലൈഫ് ആയിരിക്കണം നമ്മുടെ. രണ്ടാമത്തത് പ്രാർത്ഥനകൾ നിറഞ്ഞ ജീവിതമായിരിക്കണം. മൂന്നാമത്തത് നല്ല മനോഭാവമായിരിക്കണം. നല്ലത് തിരഞ്ഞെടുക്കുവാൻ പഠിക്കണം. എങ്കിൽ യോഗ്യതയുള്ളവരായി തീരും എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ ചെന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ജീവിതം മനസ്സിലാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഗുരു പറയുന്നുണ്ട്, 3 സ്ഥലങ്ങൾ പോയി സന്ദർശിക്കണമെന്ന് പറയുന്നുണ്ട്. ഈ ശിഷ്യൻ തൻ്റെ ഗുരു പറഞ്ഞത് കേട്ടുണ്ട് 3 സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ പോവുക. ഒന്നാമത് പോകുന്നത് ഒരു ഹോസ്പിറ്റലിൽ. അവിടെ മുഴുവൻ ചുറ്റിക്കറങ്ങിയാണ്. എല്ലാ രോഗികളെയും കണ്ടിട്ട് ഈ പോയി കണ്ട ആള് പറയാണ്, നത്തിങ് ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ഹെൽത്ത്. ആരോഗ്യത്തെക്കാൾ മനോഹരമായിട്ട് വേറെ ഒന്നുമില്ല എന്ന് ആദ്യത്തെ സ്ഥലത്ത് ചെന്നപ്പോൾ ഈ പോയ വ്യക്തിക്ക് മനസ്സിലായി.
രണ്ടാമത് പോകാൻ പറഞ്ഞത് ജയിലിലോട്ട്. ജയിലിൽ പോയി അകത്തെല്ലാം കണ്ട് മുഴുവൻ തീർക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി എന്നാണ് പറയുന്നത്. ഞാൻ പറയുകയാണ്, ആക്ച്വലി ഫ്രീഡം ഈസ് ദ മോസ്റ്റ് പ്രേഷ്യസ് തിങ്. സ്വാതന്ത്ര്യമാണ് ഏറ്റവും വിലപ്പെട്ടതെന്ന് അവിടെ മനസ്സിലാക്കുക. ആദ്യത്തെ ആരോഗ്യത്തെ അന്നേരം ഉപേക്ഷിച്ചു. രണ്ടാമത്തെ കണ്ടപ്പോൾ സ്വാതന്ത്ര്യമാണ് എന്നുള്ളത് പറഞ്ഞു. മൂന്നാമത് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നമ്മളും പോകേണ്ട സ്ഥലം തന്നെ, സെമിത്തേരിയിലോട്ട് പോകാൻ പറഞ്ഞു. സെമിത്തേരിയിലോട്ട് കയറി കുറച്ച് നടന്നു കഴിഞ്ഞപ്പം ഈ പോയ ആള് പറയാണ്, ദ ലൈഫ് ഈസ് വർത്ത് നത്തിങ്, ദ ഗ്രൗണ്ട് വി വാക്ക് ഓൺ ടുഡേ വിൽ ബിഫോർ റൂഫ് ടുമാറോ. നമുക്കറിയാം, ജീവിതം ഒന്നുമല്ല. നമ്മളിപ്പോൾ ചവിട്ടി നടക്കുന്ന ഈ നിലം നാളെ നമ്മുടെ റൂഫായിരിക്കുമെന്ന് മാത്രം ചിന്തിച്ചാൽ മതിയെന്ന്. അതുകൊണ്ട് ആ ഗുരുവിൻ്റെ അടുത്ത് ചെന്നപ്പം ഈ ശിഷ്യൻ പറയുന്ന ഇത്രയേ ഉള്ളൂ, ജീവിതം പൂർണ്ണമായി ജീവിക്കുക. കാരണം നാളെ നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ജീവിതങ്ങളെ സമയം കഴിഞ്ഞു, സമ്മതിച്ചു. ജീവിതങ്ങളെ പൂർണ്ണമായി ജീവിച്ചു തീർക്കണമെങ്കിൽ ഉള്ളിൽ വിശ്വാസമുണ്ടാകണം. ആ വിശ്വാസമുണ്ടാകണമെങ്കിൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയണം. ക്രിസ്തു നിറയുവാൻ നിങ്ങൾ ഹൃദയങ്ങളിൽ ഇടം കൊടുക്കണം. ഇടം കൊടുക്കേണ്ട 5 കാര്യങ്ങളെയാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. പുതിയ വർഷത്തേക്ക് കടക്കുകയാണ്. പുതിയ വർഷത്തിൽ പുതിയ അനുഭവങ്ങൾ, പുതിയ പാഠപുസ്തകങ്ങൾ, പുതിയ മനോഭാവങ്ങൾ, ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഈ യാത്ര, അത് നമുക്ക് ഉണ്ടാകണം. ഈ ഒരു പെരുന്നാളിൻ്റെ അനുഗ്രഹം ദൈവത്തിൽ നിറഞ്ഞതായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ ഒരു വൈദിക ശ്രേഷ്ഠനാണ് നിങ്ങളുടെയൊക്കെ വികാരി അച്ഛൻ. ഞാൻ പറഞ്ഞു, എനിക്ക് അച്ഛനുമായിട്ട് പരിചയം വന്നിട്ട് 3 വർഷമാകുന്നതേ ഉള്ളൂ. പക്ഷെ 3 വർഷത്തെ എൻ്റെ ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച്, ഞാൻ വലിയൊരു ചികിത്സിക്കാൻ പോകുന്നതിനെ കുറിച്ചും ഒക്കെ വിളിച്ച് ചോദിച്ച് അച്ഛനെ സംബന്ധിച്ച് എൻ്റെ ആവശ്യമില്ല. പക്ഷേ അച്ഛൻ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും, എങ്ങനെയുണ്ട്, ഭംഗിയായിട്ട് പോകുന്നോ, കുഴപ്പമുണ്ടോ? എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുവാൻ അച്ഛൻ സമയം കണ്ടെത്തി എന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം. അതിലൂടെ അച്ഛനോട്, ഇവിടെ ഈ ഒരു അവസരം തന്നതിന് അച്ഛനോടും ഇവിടുത്തെ മാനേജിങ് കമ്മിറ്റി അംഗങ്ങളോടും ഇത് കേട്ടിരുന്ന നിങ്ങളെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഒറ്റ വാക്കിൽ അറിയിക്കുകയാണ്. ദൈവം അനുഗ്രഹിച്ചാൽ അടുത്ത വർഷം വീണ്ടും കാണുവാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസവും പ്രത്യാശയും കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.